ഇന്നലെ കണ്ണ് ഡോക്ടർ അടുത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പല്ല് ഡോക്ടറെ അന്ന് കാണിച്ച ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10:30 ആകുമ്പത്തിന് ഇങ്ങോട്ട് എത്തണം, പല്ലെടുക്കാൻ വേണ്ടിയിട്ട് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ 1 മണിക്കൂർ മുന്നേ പുറപ്പെടുന്ന ആൾക്കാരാവുകൊണ്ട് ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇമ്മാനെ കയറ്റിയ ഉടനെ തന്നെ ഞാൻ പുറത്ത് വന്നിരുന്നു കേട്ടോ. നിക്കാച്ച ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ് കാണുന്നത്. ഞങ്ങൾ വന്നത് പൂക്കാട്ടിലുള്ള ദന്തൽ ക്ലിനിക്കാണ് കേട്ടോ. ഏതാണ് ക്ലിനിക്ക് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഡോക്ടറാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അടിപൊളിയാണ്, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പെരുമാറാനും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഡോക്ടറെ എടുത്ത് പറയാൻ കേട്ടോ, ഞങ്ങളെ വീട്ടുകാർക്ക് മൊത്തം പല്ലിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകല്. നല്ല ഡോക്ടറാണ് കേട്ടോ. അങ്ങനെ ഉമ്മാനെ സൂചി വെച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഉമ്മാടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായിക്കൊണ്ട് കേട്ടോ ഉമ്മാക്ക് നല്ല പേടിയുണ്ട് എന്നുള്ളത്. ഞാൻ പിന്നെ ഉമ്മാനോട് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നൊന്നും ചോദിക്കാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ ഉമ്മാക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു ടെൻഷനാവും. അതുകൊണ്ട് ഞാനത് ചോദിക്കാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇങ്ങനെ ഈ തുന്നുന്നുണ്ട് കേട്ടോ. പല്ല് എടുത്തതിന് ശേഷം എനിക്കത് കണ്ടപ്പോൾ പേടിയായി. റബ്ബേ, മരണം വരെ പല്ലുവേദന ഒന്നും തരില്ലേന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ച് പോയിട്ടോ. വായലൊരു മുറി വന്നാൽ പോലും നമുക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. പിന്നെ പല്ലുവേദനയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മളെ സഫ് ഡോക്ടർ വന്നിട്ട് ഉമ്മാൻ്റെ പല്ലെടുത്തോണ്ടിരിക്കുകയാണ്. പല്ലെടുക്കൽ കഴിഞ്ഞേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ, സ്റ്റിച്ച് ഇടല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സ്റ്റിച്ച് ഇടാൻ എന്നാലും എളുപ്പം മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇമ്മന്നെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ എളുപ്പം സ്റ്റിച്ച് ഇടുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ഒരാളെ കയ്യിൽ മുറിയായാൽ പോലും കാണാൻ വയ്യാത്ത ഒരാളാണ് കേട്ടോ. സ്റ്റിച്ച് ഇടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയാവട്ടെ ചെയ്തു. ഉമ്മാക്കാണെങ്കിൽ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പല്ലെടുത്തിട്ട് ഓൽക്ക് അതൊക്കെ ശീലമായിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ നല്ല ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നാൾ കൊടുന്നതിനേക്കാളും ചെറുതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റോസ്റ്റ് ആക്കുകയും ചെയ്തു. ഉച്ചക്കത്തെ കറി വെച്ചാൽ മീൻകറി കേട്ടോ ഉച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.